ഇൻഡിഗോ വിമാന കമ്പനിക്കെതിരായ ബഹിഷ്കരണം CPM നേതാവ് EP ജയരാജൻ അവസാനിപ്പിച്ചു. സീതാറാം യെച്ചൂരിക്ക് ഡൽഹിയിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കരിപ്പൂരിൽ നിന്ന് ഇന്ന് ഇൻഡിഗോ വിമാനത്തിലാണ് EP ഡൽഹിയിലെത്തിയത്. പ്രതിഷേധത്തെക്കാൾ വലുത് യെച്ചൂരിയാണെന്ന് EP പ്രതികരിച്ചു. 2 കൊല്ലം മുമ്പുള്ള യാത്രാവിലക്കിന് ശേഷം EP ഇൻഡിഗോ വിമാനത്തിൽ കയറിയിരുന്നില്ല. ജൂൺ 13 തിരുവനന്തപുരത്തേക്ക് പറന്ന ഇൻഡിഗോ വിമാനം. മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. പിണറായിക്കെതിരായ പ്രതിഷേധത്തിന് തടയിട്ട് EP ജയരാജൻ. പ്രതിഷേധിച്ചവർക്ക് 2 ആഴ്ചയും EP ജയരാജന് 3 ആഴ്ചയും യാത്രാവിലക്കേർപ്പെടുത്തി ഇൻഡിഗോ. അവിടെ തുടങ്ങി EPയുടെ പിണക്കം. ഇനി ഇൻഡിഗോയിൽ യാത്രയില്ലെന്ന് EPയുടെ ശപഥം. ഇനി ഇൻഡിഗോ കമ്പനിയിൽ ഞാൻ യാത്ര ചെയ്യുകയില്ല. ഇതൊരു വൃത്തികെട്ട കമ്പനിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്റർനാഷണലായാലും നാഷണലായാലും ഇനി ആ കമ്പനിയുടെ വിമാനത്തിൽ ഞാൻ യാത്ര ചെയ്യുകയില്ല. എൻ്റെ കുടുംബക്കാരും യാത്ര ചെയ്യില്ല. പ്രയാസത്തിലും EP യാത്രകൾ ട്രെയിനിലാക്കി. എയർ ഇന്ത്യ പുതിയ സർവീസുകൾ തുടങ്ങിയതോടെ ആ വഴിയും തേടി. അനുനയത്തിന് ഇൻഡിഗോ ശ്രമിച്ചിട്ടും EP വഴങ്ങിയില്ല. 2 വർഷത്തിനിപ്പുറം പ്രിയ സഖാവ് സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി മനം മാറ്റം. ഏത് സമരങ്ങളും ഉണ്ടാകുന്നതും ഞാനൊരു നിലപാട് സ്വീകരിച്ചതും അന്നത്തെ ഭൗതിക സാഹചര്യമാണ്. ആ ഭൗതിക സാഹചര്യത്തിനനുസരിച്ച് അന്ന് ഞാനൊരു നിലപാടെടുത്തു. അത് തികച്ചും ശരിയാണ്. ഇന്ന് ഞാനെടുത്ത നിലപാടും ഇന്നത്തെ ഭൗതിക സാഹചര്യത്തിൽ തികച്ചും ശരിയാണ്. ഇനി അങ്ങോട്ടെങ്ങനെ എന്നതിൽ EP ജയരാജൻ വ്യക്തത വരുത്തുന്നില്ല. ഒരു രാഷ്ട്രീയ നേതാവും വിമാന കമ്പനിയും തമ്മിലുള്ള അപൂർവ ശീതസമരത്തിന്റെ കഥയ്ക്ക് തൽക്കാലമൊരു ഇടവേള. എക്കാലവും വിവാദങ്ങളിലും വാർത്തകളിലും താരമായിരുന്ന EPക്ക് പുതിയ വൈറൽ ചർച്ചകളിലും പ്രധാന റോൾ. വിമാനയാത്രാ വിവാദഘട്ടത്തിലെ രാഷ്ട്രീയ വഴിയല്ല ഇപ്പോൾ EPയുടേത്. പദവി നഷ്ടവും പിന്നാലെ പാർട്ടിയോടുള്ള പ്രതിഷേധവും. മുഖ്യമന്ത്രിക്കായി അന്ന് പോരിനിറങ്ങിയ EP നേതൃത്വം കൈവിട്ട് ഒറ്റപ്പെട്ട വേളയിൽ പരിഭവങ്ങൾ മറക്കുന്ന ആകാശയാത്രയ്ക്ക് തുടക്കമിടുന്നത് മറ്റൊരു രാഷ്ട്രീയ കൗതുകം. 24 കണ്ണൂർ.